ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. പലരും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ വാർത്തകൾ? അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നന്ദി പറയണമല്ലോ. നിങ്ങളൊരു ഉപകാരം എനിക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു നന്ദി വാക്ക് പറയണ്ടേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും പറയാൻ ശ്രമിക്കൂ. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. എല്ലായ്പ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം വീഡിയോ കാണാൻ കേട്ടോ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്ന് എത്ര ഞാൻ പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ വാർത്തകൾ. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് സോഡ്സ്, പേജ് ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ മജീഷ്യൻ, ദ സൺ, Two of Wands, Ten of Cups, Page of Wands, Four of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്താണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ വാർത്തകൾ? നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ വാർത്ത എന്താണ്? ട്രസ്റ്റ്, ഫ്ലവറിങ്, ഫ്രണ്ട്ലിനെസ്, ഹീലിംഗ്, അവെയർനെസ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷകരമായ വാർത്തകൾ. എന്താണ്, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് മേജർ അർക്കാന കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു. നിങ്ങൾ അതിലേക്ക് കണക്റ്റ് ആവുന്നു, ദൈവാനുഗ്രഹത്തിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നു. നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വിജയം, ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓടിപ്പോകുന്ന സിംഹത്തെ വരെയും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്? അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛാശക്തി. കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് വിജയം സിദ്ധിക്കണം എന്നുള്ള മനസ്സിൻ്റെ ഏറ്റവും നല്ല വലിയ ആഗ്രഹമാണത്, അല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്, ശ്രമിച്ചു ഒന്ന് പരാജയപ്പെട്ടു, പക്ഷേ പിന്നീട് അതിനെ അങ്ങ് ഉപേക്ഷിക്കും. അതേസമയത്ത് ചില ആൾക്കാരാണെങ്കിലോ, എന്തായാലും ഞാൻ പരിശ്രമിച്ചു, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറുക തന്നെ എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ എന്തായാലും അതിന് ശ്രമിച്ചു, എനിക്കത് കൂടിയേ തീരൂ എന്ന് പറയുന്നത് പോലെയാണ് ക്ഷമ.
ഇവിടെ ക്ഷമയുണ്ട്, സ്നേഹമുണ്ട്, ഇച്ഛാശക്തി, ഇതൊക്കെ കൊണ്ട് ദൃഢനിശ്ചയം, ഇതെല്ലാം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശനീശ്വരൻ്റെ 8 ഇവിടെ ശനീശ്വരൻ്റെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട്. കണ്ടില്ലേ, ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ ഇവിടെ മേജർ അർക്കാന ശനീശ്വരൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നു. സന്തോഷകരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. അടുത്തത് പേജ് ഓഫ് കപ്സ് ആണ്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഹൃദയപരമായ ഇമോഷൻസ് ആണ്. സ്വപ്നം കാണുകയാണ്, വെറുതെ സ്വപ്നം കാണുക. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ വെറുതെ അല്ല ഇവിടെ സ്വപ്നം കാണുന്നത്, ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് ഇവിടെ സ്വപ്നം കാണുന്നത് എന്ന് കാണുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നം കാണലുകൾ എന്താണ്, സഫലമാവുക തന്നെ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് പഠിക്കുന്ന എനർജി ഉണ്ട്. ഇനി അതല്ല, ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. കപ്പല്ലേ, വാട്ടർ സൈൻ, ഹൃദയപരമായ ഇമോഷൻസിനെ കുറിക്കുന്നതാണ്. അപ്പോൾ ഈ ഹൃദയപരമായ ഇമോഷൻസ് ഏത് കാര്യത്തിലും ആകാമല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ ആരെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ രഹസ്യമായി വീക്ഷിക്കുന്ന ഒരു സ്വഭാവവും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ടാവാം നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയ പാർട്ട്ണറെ, അല്ലെങ്കിൽ അവർ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ടാവാം. അവർ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ നിങ്ങളറിയാതെ നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം. അതും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ലിബ്രയാണ് ഇവിടെ കൂടുതലായിട്ടും ഇവിടെ കാണുന്നത്. അപ്പോൾ കാരണം എന്താണ്, ഇവിടെ ആകാംക്ഷയാണ്. ആകാംക്ഷാഭരിതരായിട്ട് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വാക്കിൻ്റെ മീനിങ് അറിയാമെങ്കിൽ പെട്ടെന്ന് ഇവിടെ സെർച്ച് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവാം, അതിനെപ്പറ്റി അല്ലെങ്കിൽ അതിന് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയും ഇവിടെ സെർച്ച് ചെയ്യുക. അങ്ങനെയും വരാം. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന എനർജി, മജീഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട്. മജീഷ്യൻ നല്ല വർക്കഹോളിക്കായ ഒരു വ്യക്തിയാണ് അല്ലേ, ഹാർഡ് വർക്കാണ് പുള്ളിക്ക്. നിരന്തര പരിശ്രമം കൊണ്ടാണ് നല്ല പേരെടുത്ത് കഴിയാൻ സാധിക്കുന്നത്. ഇവിടെ എന്തും കൂടെ വേണം, പിന്നെ നിരന്തരമായ പരിശ്രമവും പിന്നെ എന്തും കൂടെ ഉണ്ട്, ദൈവാനുഗ്രഹം കൂടിയുണ്ട് അല്ലേ, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് ഇവിടെ. അതും കൂടി ആവുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പ്രയത്നം ഫലം കണ്ടു തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള എനർജിയാണ് നിങ്ങളിൽ പലർക്കും ഉള്ളതെന്ന് ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, പരിശ്രമം തുടരുക. എന്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന സക്സസ് വന്നു ചേരൂ എന്നാണ് ഇവിടെ പറയുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ്, പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. തീർച്ചയായിട്ടും ഇവിടെ ജോലി കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ എത്രമാത്രം നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പരിശ്രമിക്കുന്ന എനർജിയാണ്. രാത്രിയെ പകലാക്കി കൂടെ പരിശ്രമിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? കൂടുതൽ മണി ഏൺ ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളിൽ പലരും അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് കാണുന്നു. ഇവിടെ സണ്ണാണ് പിന്നീട് വന്നിരിക്കുന്നത്. സൺ വന്നു കഴിഞ്ഞാൽ എന്താണ്? സൺ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കും. നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നത് ആരെയാണോ അവർ നിങ്ങളിലേക്ക് വന്നു ചേരും. മനസ്സിലായില്ലേ? അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെ മാര്യേജ് നടക്കാനും പുതിയ ജോലി ലഭിക്കാനും പുതിയ വീട് ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതയാണ്. പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം പ്രകാശം നിറഞ്ഞ ലൈഫ്, വർണ്ണശബളമായ ലൈഫ്, ഒരു സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പറയാം. അപ്പോൾ നല്ല ഒരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെ ഇതും മേജർ അർക്കാനയാണ്. ഇത് സ്ഥിരമായി നിലനിൽക്കുന്ന സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തരുന്നു. ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം നല്ല എനർജിയുമായിട്ട് നിങ്ങൾ ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ആദ്യം തന്നെ ശനീശ്വരൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് കാലം കൊണ്ട് വിവാഹം നടക്കാതിരുന്ന് നോക്കിയിരുന്ന് വിവാഹം നടക്കുന്നവരുടെ എനർജി, അതാണ് ഇവിടെ പ്രധാനമായിട്ടും. അതും ഉണ്ട്. സ്റ്റാർട്ടിംഗ് ആണ്, ലൈഫിൻ്റെ സ്റ്റാർട്ടിങ്.
അപ്പോൾ ഇവിടെ 2 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ പലരും ആരെയൊക്കെയോ ഇങ്ങനെ കാത്തിരിക്കുന്ന എനർജി ഉണ്ട്. ഇവിടെ ചിലപ്പോൾ കാത്തിരുന്ന് സ്വപ്നം കാണുന്ന എനർജി ആയിരിക്കാം തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ വാൻസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ നീയാണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അതിൽ തന്നെ 24 മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കുന്ന ഒരു എനർജി. നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടോ, കാൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള നോട്ടമാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആവൂ, നിന്നെക്കുറിച്ചല്ലാതെ എനിക്ക് മറ്റൊരു ചിന്തയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എൻ്റെ ലോകമാണ്, എൻ്റെ ലോകം നീയാണ് എന്നൊക്കെ വളരെയധികം വിഷമത്തോടുകൂടി മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോടത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മാത്രം കാത്തിരിക്കുന്ന എനർജിയാണ്. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് പറയാം. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്സ് ആണ്. കാരണം ഇവിടെ വീണ്ടും നിങ്ങളൊന്ന് ചേരും. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരുപാട് വിഷമം അനുഭവിച്ചു അല്ലേ, വീണ്ടും ഇവിടെ ഒന്ന് ചേരും. കാരണം തൊട്ടടുത്ത് തന്നെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സൺ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമാകുന്നതാണ്. അപ്പോൾ തന്നെ ഒരു 6-7 ദിവസങ്ങൾക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വിളിക്കും, അല്ല മെസ്സേജ് അയക്കും. അങ്ങനെ കോണ്ടാക്റ്റ് വീണ്ടും തുടരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരാണെന്ന് പറയാം. സോൾ കണക്ഷൻ ആയാലും കാർമിക് റിലേഷൻ ആയാലും നിങ്ങൾക്ക് എവിടെ സന്തോഷം കിട്ടുന്നുണ്ടോ ആ ലൈഫ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്. കുടുംബസഹിതം സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാധ്യത വരുന്നു, ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുകയാണ്. പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്ന എനർജി ഉണ്ട് ഇവിടെ. പുതിയ ലൈഫിലേക്ക് തുടക്കം, പുതിയ ചില കാര്യങ്ങളിലേക്ക്, ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊരു തുടക്കമാവാം. ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിച്ചതിലുള്ള സന്തോഷമാകാം. ഇവിടെ 4 ഓഫ് കപ്സ് വന്നിരിക്കുന്ന ഇവിടെ നിരാശ അനുഭവിക്കുന്ന എനർജി, എന്തിനൊക്കെയോ കാര്യങ്ങളിൽ നിരാശ അനുഭവിക്കുന്ന എനർജി. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ആവാം ഇവിടെ ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി തരുന്നത് എന്നും കാണുന്നു. അതുകൊണ്ടാണ് നിരാശയിലിരുന്നിട്ട് ഇവിടെ തുള്ളിച്ചാടുന്ന എനർജി വന്നിരിക്കുന്നത്. നിരാശ അനുഭവിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും നിരാശ അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട്. പക്ഷേ പിന്നീട് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? പിന്നീട് അത് കൈപ്പിടിയിൽ ഒതുക്കുന്നു, അത് തന്നിലേക്ക് വരുന്നുണ്ടത്. എന്താണോ ആഗ്രഹിച്ചിരിക്കുന്ന ആ കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അത് പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ട്, അതുമായിട്ട് വളരെ നല്ല എനർജി ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിവിടെ ട്രസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ ട്രസ്റ്റ് എന്നാൽ എന്താണ്? ഇവിടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നിരാശ അനുഭവിക്കുന്നുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ഇവിടെ അത് ലഭിക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത്? യൂണിവേഴ്സിനെ വിശ്വസിക്കുക. ഞാനിത് പരിശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് യൂണിവേഴ്സിന് ഇതിൻ്റെ ഫലം തന്നുകൊള്ളും, റിസൾട്ട് തരുന്നത് യൂണിവേഴ്സാണ്, അപ്പോൾ എനിക്കത് മതി എന്ന് നല്ലൊരു വിശ്വാസം വേണം. യൂണിവേഴ്സിനെ നല്ലതുപോലെ വിശ്വസിക്കുക, ദൈവത്തിൽ നല്ലതുപോലെ വിശ്വസിക്കുക, പ്രപഞ്ചത്തെ വിശ്വസിക്കുക. പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എന്നെ നിലനിർത്തുന്നത് എന്നുള്ള വിശ്വാസം വേണം. എൻ്റെ ഉള്ളിലുണ്ട് പ്രകാശം, എൻ്റെ ഉള്ളിലുണ്ട് ദൈവത്തിൻ്റെ ശക്തി, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഒരു തോൽവി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിശ്ചയിച്ചിട്ട് മുന്നോട്ട് പോവാം. അത്രമാത്രം ഒരു വിശ്വാസമുണ്ട് എങ്കിൽ ഇവിടെ വിജയം സുനിശ്ചിതമാണ്, വിജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഫ്ലവറിംഗ് ആണ്, കണ്ടില്ലേ, പുഷ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ്. വിവാഹം നടക്കാനും കുട്ടികളുണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ കുട്ടികളോടൊത്ത് സന്തോഷിക്കാം. അല്ലെങ്കിൽ കുട്ടികളില്ലാതെ നോക്കിയിരിക്കുന്നവർക്ക് അത് വളരെ ശുഭദായകമായ ഒരു പ്രതീക്ഷയാണ് ഇവിടെ കാണുന്നത്. അത് സാധിക്കാൻ പോകുന്നു, അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള എനർജി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നിങ്ങൾ അതുമായിട്ട് കണക്റ്റ് ആവുന്നു. നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നു. അച്ഛനാവാനോ അമ്മയാവാനോ ഒക്കെയുള്ള സാധ്യത, അതിനുവേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമായി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ്, കാരണം ഇവിടെ 10 ഓഫ് കപ്സ് വന്നിരിക്കുന്നു, 2 ഓഫ് വാൻസ് വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്? ഫ്രണ്ട്സ്, ഉറ്റ സുഹൃത്തുക്കൾ തമ്മിൽ
ഉറ്റവർ തമ്മിൽ അടുത്തുകൂടുക, അവരില്ലാതെ പറ്റില്ല, അവരെൻ്റെ അടുക്കൽ തന്നെ വേണം, എനിക്ക് എപ്പോഴും നിൻ്റെ കൈ പിടിച്ചിരിക്കണം, അതാണ് എൻ്റെ സന്തോഷം എന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞതുപോലെ നീ എന്നോട് കൂടെ വേണം, കൂടിച്ചേർന്ന് നിൽക്കണം എപ്പോഴും എന്നുള്ള ആഗ്രഹം സഫലമാകുന്നു. മനസ്സിലായില്ലേ? ആ ഒരു ആഗ്രഹം സഫലമാകുന്ന നെഗറ്റിവിറ്റീസ് മുഴുവൻ പോയി കഴിഞ്ഞു. ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ നെഗറ്റിവിറ്റീസ് പോയി കഴിയുന്നു. വീണ്ടും കൂടിച്ചേരാനുള്ള ആഗ്രഹം, ഒന്നിച്ച് നിൽക്കാനുള്ള ആ ആഗ്രഹം സഫലമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേർപിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല, പിരിഞ്ഞിരിക്കും. ചില സമയത്തൊക്കെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വരും. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അങ്ങ് പഠിക്കും. പിന്നീട് വിചാരിക്കുന്ന എന്താണ്, വീണ്ടും പ്രതിജ്ഞ എടുക്കും, ഇനി മേലിൽ ഞാൻ പിണങ്ങില്ല, കാരണം പിണങ്ങിയിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചു കുറേ അല്ലേ എന്ന് പറയും. അപ്പോൾ എന്താണ്, പിന്നെ വീണ്ടും കൂടിച്ചേരും, പിന്നെയും പിണങ്ങും, പിന്നെയും കൂടിച്ചേരും. അപ്പോൾ ഒരിക്കലും പിന്നെ പിരിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ വീണ്ടും കൂടിച്ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമല്ല, കൂടി ചേർന്ന് തന്നെ നിൽക്കണം, രണ്ടുപേരും അടുത്തടുത്ത് വേണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സന്തോഷം. അത്രമാത്രം നല്ല എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാണുന്നു. ഇവിടെ ഹീലിംഗ് വന്നിട്ടുണ്ട്, അവെയർനെസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അവെയർനെസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് എപ്പോഴാണ്, ഈശ്വര സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴാണ്, തൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു പ്രകാശം തൻ്റെ ഉള്ളിലുണ്ട്. ഉൾവിളികൾ അനുസരിക്കാൻ സാധിക്കുന്നു, ഉൾവിളികൾ ലഭിക്കുന്നു. ഉൾവിളികൾ ലഭിക്കുന്നത് എങ്ങനെയാണ്, ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്, ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. കണ്ടില്ല? അപ്പോൾ പ്രപഞ്ചത്തെ അറിയുന്നു. ഈ ശബ്ദം ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു. ഇൻഡ്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രപഞ്ചത്തെ അറിയാനും ദൈവത്തെ അറിയാനുമുള്ള കഴിവ് വരികയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാണുന്നു. അപ്പോൾ തന്നെ മറ്റുള്ള പല നെഗറ്റിവിറ്റീസിനെ എല്ലാം കളയാൻ സാധിക്കുന്നു. നെഗറ്റിവിറ്റീസിനെ എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു. നിങ്ങളെ കൊണ്ട് മറ്റു പലർക്കും ഹീൽ ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ തന്നെ പലർക്കും ആശ്വാസമുണ്ടാകുന്നു. നിങ്ങളുടെ പോസിറ്റീവായ വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും സന്തോഷമുണ്ടാകുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നു. മനസ്സിലായില്ലേ? ആ ഒരു പ്രകാശം എന്താണ്, അല്ല എങ്കിൽ ദൈവശക്തി എന്താണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ കഴിയുന്നു, നിങ്ങളെ തന്നെ സുഖപ്പെടുത്താൻ സാധിക്കുന്നു. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനും അതിലേക്ക് കണക്റ്റ് ആവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും, മറ്റുള്ളവർ നിങ്ങളുടെ അടുക്ക വന്നിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇതെന്തോ ഒരു അപാര ഒരു മാസ്മരിക ശക്തി ഉണ്ടല്ലോ ഇവിടെ, എന്നെ ആകർഷിക്കുന്ന ഒരു മാസ്മരികമായ ഒരു ശക്തി ഇവിടെ ഉണ്ടല്ലോ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന ഒരു കഴിവിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? നിങ്ങളെ വിട്ട് മറ്റുള്ളവർ പോകുന്നില്ല. നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹമുണ്ട് പലർക്കും. അതാണ് ഇവിടെ കാണുന്നത്. കാരണം ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഡിവൈൻ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് ധാരാളം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളതാണ് ഇവിടെ കാണുന്ന ഈ എനർജി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.